ഹായ് ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഞാനൊരു ഫോട്ടോഷൂട്ട് സെൽഫായിട്ട് നമുക്ക് എങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് നമുക്ക് ഓണമൊക്കെ വരികയാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് ഓണത്തിന് ഒരുപാട് പേർക്ക് സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. പക്ഷേ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉള്ളവരുണ്ടാവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെൽഫായിട്ട് എങ്ങനെ നല്ലൊരു ഫോട്ടോ എടുക്കാം എന്നതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അത് ഫോളോ ചെയ്തിട്ട് എടുത്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ബാക്ക് ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിലുള്ള പഴയ കട്ടനുണ്ട്, അത് അതേപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല ലെവലായിട്ട് അതിങ്ങനെ അവിടെ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് വാഴയിലയാണ് വേണ്ടത്. നമുക്ക് ഈ അയ്യത്തും പറമ്പിലൊക്കെ ഉള്ള ഇതുപോലെ വാഴയില നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ, അതിൻ്റെ ആ ഒരു തുമ്പ്, ആ ഒരു ഇലഭാഗം ഉണ്ടല്ലോ, ആ നാക്കില എന്ന് പറഞ്ഞിട്ട് ആ ഇല, ആ സൈഡാണ് നമുക്ക് വേണ്ടിയത്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് അങ്ങനത്തെ വാഴയിലൊന്നും കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതുപോലത്തെ ചേമ്പിൻ്റെതായതുപോലെ ഇലകളായാലും മതിയാവും. നമുക്ക് ചുമ്മാ വഴിയോരത്തൊക്കെ നിൽക്കുന്ന ഇലകളുണ്ടാവത്തില്ലേ, അതായാലും മതിയാവും. പിന്നെ നിങ്ങൾ വാഴയില മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കുഞ്ഞു വാഴ ഉണ്ടാവത്തില്ലേ, വലുതിൻ്റെ ആ ഒരു കുഞ്ഞ് വാഴ അതിൻ്റെ ആ ഇല വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതാകുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സേഫ്റ്റി പിന്നാണ്. എന്നിട്ട് നമുക്ക് ആ ഒരു ഞാൻ കട്ടൻ കെട്ടി വെച്ചേക്കുന്നതിൻ്റെ താഴെ വന്നിട്ട് അത് കുറച്ച് കല്ല് കൊണ്ടിട്ട് നല്ല ലെവലാക്കി നിർത്താം. കാരണം കാറ്റടിക്കുമ്പോൾ പെട്ടെന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടാണ്. പിന്നെ നിങ്ങളൊന്ന് ഇരുന്ന് നോക്കുക, കറക്റ്റ് നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിന് പറ്റിയിട്ട് ഉള്ള രീതിയിൽ അത് അവിടെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ ഒരു മിനിമം നമുക്കൊരു മെഷർമെൻറ്റ് നോക്കിയിട്ട് നമുക്ക് ആ ഒരു ഇലകളും വെച്ചിട്ട് നമുക്ക് ഈ പിന്നുണ്ട് അതിനകത്ത് ഇങ്ങനെ കുത്തി വയ്ക്കാം. നിങ്ങൾ പിന്ന് കുത്തുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം വന്നിട്ട് ആ ഇലയുടെ ആ ഒരു വെയിൻ ഉണ്ടാവുമല്ലോ, ഒരു തണ്ട്, ആ കട്ടിയുള്ള ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്ന് കുത്താൻ ശ്രദ്ധിക്കുക, എന്നാലേ അവിടെ ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇല ഫുള്ളായിട്ട് കീറിയിട്ട് അത് താഴെ വീഴാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ പിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓർഡറിൽ കുറച്ച് തല കീഴായിട്ടും പിന്നെ തല തിരിച്ചും വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എത്ര ഇതിലാണോ നിങ്ങൾക്ക് ഒരു മെഷർമെൻറ്റ് വേണ്ട, അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഇലകൾ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്ക് ഒന്നും കൂടെ ഇരുന്ന് നോക്കിയിട്ട് കറക്റ്റാണോ എന്ന് നോക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് എടുക്കുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ ജമന്തി ഫ്ലവർ ഉണ്ടാവത്തില്ല, അതാണ്. ഞാനത് ഇവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. നമുക്ക് വീട്ടിലൊക്കെ അവൈലബിൾ ആണെങ്കിൽ അതായാലും മതി. അത് കുറച്ച് ഒരു 8-10 എണ്ണം എടുക്കുക, അല്ലെങ്കിൽ ഒരു 10-20 എടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ഈർക്കിലെടുക്കുന്നുണ്ട്. ഈർക്കിലെടുത്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ ഇതേപോലെ അതിൻ്റെ ഒരു തണ്ടിൻ്റെ അവിടെ വെച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ അതിന് ഇത്രയും നീളം ഉണ്ടാവും. ഇത് വന്നിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ, വാഴയിലയുടെ ആ ഒരു തണ്ടിൻ്റെ ആ ഒരു ഭാഗം, ഒരു വെയിൻ്റെ ആ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ അതവിടെ കുറച്ച് സ്റ്റിക്കായിട്ട് ഇരുന്നോളും. നിങ്ങൾ അത് കൊണ്ടുവന്ന് അവിടെ വെക്കുന്ന സമയത്ത് കുറച്ച് ഭയങ്കര ജെൻറ്റിലായിട്ട് വെക്കുക. കാരണം ഒരുപാട് പ്രഷർ കൊടുക്കാൻ പോയാൽ അതെല്ലാം കൂടെ കീറി വരാൻ നല്ല ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഈ സേഫ്റ്റി പിന്ന് നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഇടയിലൊക്കെ കൊണ്ടുവന്നിട്ട് ഈർക്കിൽ വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ അവിടെ അത് സെക്യൂറായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ആ ഫ്ലവേഴ്സ് ഫുള്ളും അതിനകത്ത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാക്ക് ഡ്രോപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ശ്രദ്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പ് വന്ന് നമ്മൾ മേക്കപ്പ് ഇടുന്നത് കുറച്ചും കൂടെ കാര്യമായിട്ട് മേക്കപ്പ് ഇടാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ കുറച്ചും കൂടെ എടുത്ത് നിൽക്കുന്ന പോലെ ഇടുക. അത് നമ്മുടെ ആ ഒരു ഫോട്ടോയ്ക്ക് കുറച്ചും കൂടെ നന്നായിട്ട്, ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടും. പിന്നെ ഇതാണ് എൻ്റെ ട്രൈപോഡ് സെറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ ട്രൈപോഡ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഈ ട്രൈപോഡ് ഇല്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ബക്കറ്റോ അല്ലെങ്കിൽ ഉയരമുള്ള എന്തെങ്കിലും കസേരയോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തതിന് നിങ്ങൾ ഫോട്ടോ എടുക്കാവുന്നതാണ്. ട്രൈപോഡ് ഇല്ലെന്ന് വെച്ചുകൊണ്ട് ഒട്ടും തന്നെ നാക്കേണ്ട, അയ്യോ എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട.
അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ആ ഒരു ബാക്ക്ഡ്രോപ്പിൻ്റെ ഫ്രണ്ടിലിരുന്നിട്ട് നമുക്ക് ലൈറ്റിങ് കറക്റ്റ് ആവുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്തതാണ്. ഇനി ഞാൻ ഈ കൊടുത്തേക്കുന്നത് വന്നിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ്. എങ്ങനെയാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത്, ടൈമർ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, എങ്ങനെ പോസ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണിത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഏത് ഫോണാണോ ഇരിക്കുന്നത് അതിനകത്ത് നിങ്ങൾ ഫോട്ടോ എടുക്കാൻ ട്രൈ ചെയ്യുക. എനിക്ക് വലിയ ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റൂ എന്നൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത് ഈ ഫോട്ടോ എടുക്കുന്നത് വന്നിട്ട് ഓപ്പോ A50 എന്ന് പറഞ്ഞ ഒരു സെൽഫി ക്യാമറയുള്ള ഫോണിലാണ് ഞാൻ ഈ ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് അത്ര നന്നായിട്ട് കിട്ടുമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് ഫോണാണോ അതിനകത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, എത്ര നേരം വേണമെങ്കിലും അത് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല പോസ് കിട്ടുന്നിടം വരെ, അല്ലെങ്കിൽ നല്ലൊരു ഫോട്ടോ കിട്ടുന്നിടം വരെ നിങ്ങൾ പോസ് ചെയ്തുകൊണ്ടിരിക്കുക, ക്ലിക്ക് ചെയ്യുക. ഒരു 50 ഫോട്ടോ എടുത്താൽ ഒരു 5 ഫോട്ടോ എങ്കിലും ചിലപ്പോൾ നമുക്ക് കിട്ടിയിരിക്കാം. ഇപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഇതൊരു ഡെമോ ഫോൺ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഫോട്ടോഷൂട്ടിന് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ വന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫോട്ടോ എല്ലാം എടുത്തു കഴിഞ്ഞിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. പിന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. വരെ ബൈ. അങ്ങനെ